ന്യായാധിപന്മാർ അധ്യായം 4. 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 24. 4-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഏതെല്ലാം? 1. ദബോറയും ബാറക്കും. യഹൂദിന് ശേഷം സംഭവിച്ച ഏത് കാര്യമാണ് 4:1 പറയുന്നത്? യഹൂദിന് ശേഷം ഇസ്രയേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. അധ്യായം 4:2 കർത്താവ് ഇസ്രയേലിനെ ആർക്കാണ് വിട്ടുകൊടുത്തത്? യാബീന്. യാബീൻ്റെ സേനാപതി ആരായിരുന്നു? സിസേറ. അധ്യായം 4:2 യാബീൻ ആരാണ്? ഹാസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവ്. സിസേറ വസിച്ചിരുന്നത് എവിടെ? ഹറോഷത്ത് ഹഗോയിമിൽ. യാബീന് എത്ര ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു? 900. യാബീൻ എത്ര വർഷം ഇസ്രയേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ചു? 20. യാബീൻ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ ഇസ്രയേൽ എന്ത് ചെയ്തു? കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. അധ്യായം 4:4 ഇസ്രയേൽ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ച നാളുകളിൽ അവിടെ ന്യായപാലനം നടത്തിയിരുന്നത് ആരാണ്? ദബോറ. ദബോറ ആരുടെ ഭാര്യയായിരുന്നു? ലപ്പിദോത്തിൻ്റെ. ദബോറയുടെ ഒരു പതിവെന്തായിരുന്നു? ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക. ദബോറയുടെ ഈന്തപ്പന എവിടെയായിരുന്നു? എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബഥേലിനും ഇടയ്ക്ക്. ഇസ്രയേൽ ജനം ദബോറയെ സമീപിച്ചിരുന്നത് എന്തിന്? വിധി തീർപ്പിന്. ദബോറ ആളയച്ച് വരുത്തിയത് ആരെയാണ്? ബാറക്കിനെ. ബാറക്ക് ആരുടെ മകനായിരുന്നു? അബിനോവാമിൻ്റെ. ബാറക്കിനെ എവിടെ നിന്നാണ് വരുത്തിയത്? കേദഷിൽ നിന്ന്. കേദഷ് എവിടുത്തെ സ്ഥലമാണ്? നഫ്താലിയിലെ. ആര് നിന്നോട് ആജ്ഞാപിക്കുന്നുവെന്നാണ് ദബോറ ബാറക്കിനോട് പറയുന്നത്? ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ്. എത്ര പേരെ അണിനിരത്താനാണ് ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് ബാറക്കിനോട് ആജ്ഞാപിക്കുന്നത്? 10,000. ഏതൊക്കെ ഗോത്രങ്ങളിൽ നിന്നാണ് 10,000 പേരെ അണിനിരത്തേണ്ടത്? നഫ്താലിയുടെയും സെബൂലൂണിൻ്റെയും. എവിടെയാണ് അവരെ അണിനിരത്തേണ്ടത്? താബോർ മലയിൽ. അധ്യായം 4:7 യാബീൻ്റെ സേനാപതി സിസേറ നിന്നെ എവിടെ വെച്ച് എതിർക്കാൻ ഞാൻ ഇടയാക്കുമെന്നാണ് കർത്താവ് ബാറക്കിനോട് പറയുന്നത്? കിഷോൺ നദിയുടെ സമീപത്ത് വെച്ച്. യാബീൻ്റെ സേനാപതി സിസേറ എങ്ങനെയാണ് ബാറക്കിനെ എതിർക്കുന്നത്? രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ. എങ്ങനെയെങ്കിൽ പോകാമെന്നാണ് ബാറക്ക് പറയുന്നത്? ദബോറ കൂടെ വന്നാൽ. നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം എന്ന് ബാറക്ക് പറഞ്ഞപ്പോൾ ദബോറ ആദ്യം പറഞ്ഞതെന്ത്? ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ പോരാം. പക്ഷേ നിൻ്റെ ഈ വഴി നിന്നെ ഡാഷ് അധ്യായം 4:9 അനുസരിച്ച് പൂരിപ്പിക്കുക, മഹത്വത്തിലെത്തിക്കുകയില്ല. കർത്താവ് സിസേറയെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? ഒരു സ്ത്രീയുടെ. പിന്നീട് ദബോറ എഴുന്നേറ്റ് എന്തു ചെയ്തു? ബാറക്കിനോടുകൂടെ കേദഷിലേക്ക് പോയി. ബാറക്ക് ആരെയെല്ലാമാണ് കേദഷിൽ വിളിച്ചു കൂട്ടിയത്? സെബൂലൂണിനെയും നഫ്താലിയെയും. അവൻ്റെ പിന്നിൽ എത്ര പടയാളികൾ അണിനിരന്നു? 10,000. ബാറക്കിനോടുകൂടെ ആരാണ് പോയത്? ദബോറ. സാന്നാന്യമിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചതാര്? കേന്യനായ ഹേബർ. കേന്യനായ ഹേബർ ആരെയാണ് വിട്ടുപോകുന്നത്? കേന്യരെ. കേന്യർ ആരുടെ വംശജരായിരുന്നു? ഹോബാബിൻ്റെ. ഹോബാബ് ആരായിരുന്നു? മോശയുടെ അമ്മായിയപ്പൻ. സാനാന്യമിലെ ഓക്കുമരം എവിടെയായിരുന്നു? കേദഷിനടുത്ത്. അബിനോവാമിൻ്റെ മകനായ ബാറക്ക് എവിടേക്ക് നീങ്ങിയിരിക്കുന്നുവെന്നാണ് സിസേറ കേട്ടത്? താബോർ മലയിലേക്ക്. സിസേറ തൻ്റെ 900 ഇരുമ്പ് രഥങ്ങളും അതോടൊപ്പം എവിടെ നിന്ന് തൻ്റെ പക്ഷത്തുള്ളവരെയുമാണ് ഒന്നിച്ചു കൂട്ടിയത്? ഹറോഷേത്ത് ഹഗോയിം മുതൽ കിഷോൺ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന്. അധ്യായം 4:14 ദബോറ പറഞ്ഞ ആദ്യ വാക്ക് ഏത്? മുന്നേറുക. ഇത് ഏത് ദിവസമാണെന്നാണ് ദബോറ അധ്യായം 4:14 പറയുന്നത്? കർത്താവ് സിസേറയെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസം. നിന്നെ നയിക്കുന്നത്
ആരല്ലേ എന്നാണ് ദെബോറ അധ്യായം 4:14 പറയുന്നത്. കർത്താവ്. ദെബോറയുടെ വാക്കുകൾ കേട്ടപ്പോൾ ബാറഖ് തന്നോടുകൂടെയുള്ള 10,000 പേരോടൊപ്പം എവിടെ ഇറങ്ങി? താബോർ മലയിൽ നിന്ന് താഴേക്ക്. കർത്താവ് ബാറക്കിൻ്റെ മുമ്പിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചത് ആരെയാണ്? സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം. രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തതാര്? സിസേറ. ബാറഖ് ഏത് സ്ഥലം വരെയാണ് രഥങ്ങളെയും സൈന്യങ്ങളെയും അനുധാവനം ചെയ്തത്? ഹറോഷത്ത് ഹഗോയിം വരെ. സൈന്യം മുഴുവൻ വാളിനിരയായി. ഒരുവൻ പോലും അവശേഷിച്ചില്ല. അധ്യായം 4:16 അനുസരിച്ച് പൂരിപ്പിക്കുക. സിസേറ അഭയം പ്രാപിച്ചത് എവിടെയാണ്? കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിൽ. സിസേറ ജായേലിൻ്റെ കൂടാരത്തിൽ അഭയം തേടാൻ കാരണമെന്ത്? കാരണം അക്കാലത്ത് ഹസോർ രാജാവായ യാബീൻ കേന്യനായ ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു. ജായേൽ സിസേറയെ സ്വീകരിക്കാൻ വന്നു പറഞ്ഞതെന്ത്? ഉള്ളിലേക്ക് വരൂ പ്രഭോ, അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട. ജായേൽ എന്തുകൊണ്ടാണ് സിസേറയെ മൂടിയത്? ഒരു കരിമ്പടം കൊണ്ട്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ സിസേറയ്ക്ക് ജായേൽ കൊടുത്തതെന്ത്? പാൽ. അവൾ എങ്ങനെയാണ് അവന് പാൽ കൊടുത്തത്? തോൽക്കുടം തുറന്ന്. വീണ്ടും അവനെ പുതപ്പിച്ചപ്പോൾ എവിടെ നിൽക്കാനാണ് അവൻ അവളോട് പറഞ്ഞത്? കൂടാരത്തിൻ്റെ വാതിൽക്കൽ. ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ എന്ത് പറയണമെന്നാണ് സിസേറ ജായേലിനോട് പറയുന്നത്? ഇവിടെ ആരുമില്ലെന്ന്. ഹേബറിൻ്റെ ഭാര്യ ജായേൽ സിസേറയെ കൊന്നത് എന്ത് ആയുധങ്ങൾ ഉപയോഗിച്ചാണ്? മരയാണിയും ചുറ്റികയും. സിസേറയെ പിന്തുടർന്ന് ജായേലിൻ്റെ കൂടാരത്തിൽ വന്നതാര്? ബാറഖ്. ഞാൻ എന്ത് കാണിച്ചു തരാമെന്നാണ് സിസേറയോട് ജായേൽ പറയുന്നത്? നീ അന്വേഷിക്കുന്ന മനുഷ്യനെ. സിസേറ എങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്? ചെന്നിയിൽ മരയാണി തറച്ച്. അങ്ങനെ ആ ദിവസം ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി. അധ്യായം 4:23 അനുസരിച്ച് പൂരിപ്പിക്കുക. കാനാൻ രാജാവായ യാബീനെ. ആരെയാണ് നിശേഷം നശിപ്പിക്കുന്നതുവരെ ഇസ്രായേൽ ജനം മേൽക്കുമേൽ പീഡിപ്പിച്ചു കൊണ്ടിരുന്നത്? കാനാൻ രാജാവായ യാബീനെ.
ബാറക്കിനോട്